ഹലോ നമസ്കാരം. പി എസ് സി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കേരള ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുക. 2021 075-096 തുടങ്ങുന്ന 2 കാറ്റഗറി നമ്പറിലുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ മൊത്തം 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സെഷനിൽ ചെക്ക് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പതിവ് കണക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർത്താണ്ഡവർമ്മ ഇൻ ട്രാവൻകൂർ. Second statement, Sujindran Kaimukku was stopped by Swath Tirunal Ramavarma. Third statement, the Devadasi system was abolished in Travancore during the reign of Sethu Lakshmibai. Fourth statement, the institution of slavery was abolished in Travancore during the reign of Sethu Lakshmibai. Select the true answer from the quotes given below. ഇതിനകത്ത് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ റൈറ്റ് ആൻസർ സി ആണ്. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതേസമയത്ത് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ രാജ്യം സ്ഥാപിച്ചതെന്ന് നമുക്കറിയാം. മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം സ്ഥാപിച്ചതിന് ശേഷം പലതരത്തിലുള്ള ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരികയുണ്ടായി. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണപരിഷ്കാരമാണ് പതിവ് കണക്ക്. നമ്മുടെ ആധുനിക കാലത്തെ ബഡ്ജറ്റിന് തുല്യമായിട്ടുള്ള ഒരു വാർഷിക കണക്ക് വിവരമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇത് സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു രാജഭരണമായിരുന്നെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ തന്നെ പെൻഷൻ, സൈനിക കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രത്യേകം തുക വകകൊള്ളിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി മറ്റ് ചില പരിഷ്കാരങ്ങളും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പാർവതിക്കാർ അല്ലെങ്കിൽ പാർവത്യക്കാർ എന്നറിയപ്പെടുന്ന പ്രവർത്തിക്കാർ എന്ന ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു ഭരണം ഗ്രാമങ്ങളിൽ ഏർപ്പാടാക്കി. ദേവസ്വം ഭരണം, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ലോ ആൻഡ് ഓർഡറിൻ്റെ ചില ശിക്ഷകൾ ഉൾപ്പെടെയുള്ള അധികാരങ്ങൾ, റവന്യൂ അധികാരങ്ങളായിട്ട് ഈ റവന്യൂ അല്ലെങ്കിൽ കരം പിരിക്കുന്നതിനുള്ള ഭൂമിയുടെ പട്ടബലം നിശ്ചയിക്കുന്നതിനുള്ള അവകാശം, ഇങ്ങനെയുള്ള അധികാരങ്ങളെല്ലാം ഈ പ്രവർത്തിക്കാർക്കായിരുന്നു. ഈ ഗ്രാമങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് മണ്ഡപം എന്ന് പറയുന്ന ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കിയിരുന്നു. നമ്മുടെ ആധുനിക കാലത്ത് ഈ താലൂക്കുകൾ എന്നൊക്കെ അറിയപ്പെടുന്നതിന് തുല്യമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് വ്യവസ്ഥ ചെയ്തിരുന്നത്. ഈ മണ്ഡപങ്ങളുടെ ഉദ്യോഗസ്ഥനായിരുന്നു മണ്ഡപത്തും വാതുക്കൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി ശുചീന്ദ്രൻ കൈമുക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ ശുചീന്ദ്രൻ കൈമുക്ക് അല്ലെങ്കിൽ ശുചീന്ദ്രൻ പ്രത്യയം എന്ന് അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ തമിഴ്നാട്ടിലുള്ള ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ഒരു ശിക്ഷാരീതി അല്ലെങ്കിൽ ഒരു സത്യപരീക്ഷയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പരസ്ത്രീ ബന്ധം ആരോപിക്കപ്പെട്ട നമ്പൂതിരി സമുദായത്തിലെ അംഗങ്ങൾ ശരിക്കും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടപ്പിലാക്കിയിരുന്നത്. ഇതനുസരിച്ചിട്ട് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി ശുചീന്ദ്രൻ ക്ഷേത്രത്തിലെത്തി അവിടുത്തെ ഉദയമാർത്താണ്ഡ മണ്ഡപത്തിൽ ചെന്ന് അവിടെയുള്ള പൊതുജനങ്ങൾക്കും ക്ഷേത്രാധികാരികൾക്കും മുന്നിൽ വെച്ചിട്ട് ഒരു വലിയ പാത്രത്തിലെ തിളച്ച നെയ്ക്കുള്ളിലേക്ക് കൈയിട്ട് അതിൽ നിന്നും ഒരു സ്വർണ്ണ നാണയം പുറത്തെടുത്ത് നൽകണം. ഇതിൽ ഇയാളുടെ കൈ പൊള്ളിയിട്ട് അത് 3 ദിവസത്തിനുള്ളിൽ അത് പൂർണ്ണമായിട്ട് അത് മാറിയില്ലെങ്കിൽ, അതിൻ്റെ പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. അഥവാ അയാൾ 3 ദിവസത്തിനുള്ളിൽ അയാളുടെ പൊള്ളൽ മാറുകയാണെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല എന്നുള്ള ഒരു തീർപ്പാണ് കൽപ്പിച്ചിരുന്നത്. ഇത് സംസ്കൃത ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ ഒരു സത്യപരീക്ഷയായിരുന്നു. 1810നും 19നും ഇടയിൽ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്ന തിരുവിതാംകൂറിലെ കേണൽ മൺറോ ഈ നീതിന്യായ വകുപ്പിനെ പുനഃസംഘടിപ്പിച്ച് ഇത്തരത്തിലുള്ള പ്രാകൃത ശിക്ഷാരീതികൾ മാറ്റണമെന്നുള്ള അഭിപ്രായം അവിടെ രേഖപ്പെടുത്തി. പക്ഷേ അന്നത്തെ റാണിയും അതുപോലെ തന്നെ പണ്ഡിതന്മാരും അതിനെ ശക്തിയായിട്ട് എതിർത്തു. അവസാനം ഒരു നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ട് ഈ ദിവാൻ്റെ മുൻ അനുമതിയോടുകൂടി അഗ്നിപരീക്ഷ നടത്താമെന്നുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു. ഏതാണ്ട് 1850കൾ വരെ അല്ലെങ്കിൽ 40കൾ വരെയൊക്കെ ഈ പറയുന്ന ശുചീന്ദ്രൻ കൈമുക്കുമൊക്കെ അവിടെ നിലനിന്നിരുന്നു. ഏറ്റവും അവസാനമായിട്ട് തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളാണ് ഈ ദുരാചാരം പൂർണ്ണമായിട്ട് നിർത്തലാക്കിയത്. ഇനി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിഷ്കാരമായിരുന്നു ദേവദാസി സമ്പ്രദായം നിരോധിച്ച സംഭവം. ദേവദാസി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാംസ്കാരികമായിട്ട് വളർന്ന ഒരു സിസ്റ്റമാണെങ്കിലും പിൽക്കാലത്ത് അതൊരു പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ തലത്തിലേക്ക് അധപ്പതിക്കുകയൊക്കെ ചെയ്തു. ദേവദാസി സമ്പ്രദായം 1926 സേതു ലക്ഷ്മിബായി നിരോധിക്കുകയാണ് ചെയ്തത്. ഈ സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ മറ്റു ചില പരിഷ്കാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജപ്രതിനിധി അല്ലെങ്കിൽ റീജൻ്റ് ആയിരുന്നു ഈ സേതു ലക്ഷ്മിബായി എന്ന് പറയുന്നത്.
ശ്രീമൂലം തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്ന രാജാവ് മരണമടഞ്ഞിട്ട് യുവരാജാവായ ശ്രീ ചിത്ര തിരുനാൾ അടുത്ത രാജാവായിട്ട് വഴിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിന് വെറും 12 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഈ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഈ ഭരണം നടത്താനാണ് റീജന്റ് ഭരണം ഏർപ്പാടാക്കിയത്. 1924 മുതൽ 1931 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് ചിത്ര തിരുനാളിന് 19 വയസ്സ് പൂർത്തിയാകുന്ന കാലഘട്ടം വരെ സേതുലക്ഷ്മിബായി റീജന്റായിട്ട് ഭരണം വഹിച്ചു. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചില പരിഷ്കാരങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് ആരോഗ്യ വകുപ്പിൻ്റെ മേധാവിയായിട്ട് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിനെ നിയമിച്ചു. ഈ ആരോഗ്യ വകുപ്പിൻ്റെ വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഈ തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഗ്രാജുവേറ്റും വനിതാ ഡോക്ടറുമായിരുന്നു ഈ മേരി പുന്നൻ ലൂക്കോസ്. ഇതേപോലെ തന്നെ സേതുലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. 1925 പഞ്ചായത്തുകൾ രൂപീകരിക്കുകയും പ്രാദേശിക സ്വയംഭരണങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്തു. ഇതേ വർഷം തന്നെയാണ് ക്ഷേത്രങ്ങളിൽ മൃഗബലികൾ നിരോധിക്കുകയും ചെയ്തത്. 1928 സെൻട്രൽ റോഡ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ച് വലിയ രീതിയിൽ തിരുവിതാംകൂറിലെ റോഡുകളും ഹൈവേകളും ആധുനികവൽക്കരിച്ച് നിർമ്മിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ മറ്റൊരു അച്ചീവ്മെൻറ്റ് കൊല്ലം എറണാകുളം റെയിൽവേ ലൈൻ പൂർത്തിയാക്കി. അതുപോലെ തന്നെ ടെലിഫോൺ സംവിധാനം സാധാരണക്കാർക്കും കൂടെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്തു. 1928 ട്രാവൻകൂർ നായർ ആക്ട് കൊണ്ടുവന്നതും സേതുലക്ഷ്മിബായി തന്നെയാണ്. ഈ ട്രാവൻകൂർ നായർ ആക്ടിലൂടെ മരുമക്കത്തായം നിരോധിക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ 1928 ട്രാവൻകൂർ നായർ ആക്ട് കൊണ്ടുവന്ന മരുമക്കത്തായം നിരോധിച്ചതും സേതുലക്ഷ്മിബായി തന്നെയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഒരു സെൻസർഷിപ്പ് സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവന്നതും സേതുലക്ഷ്മിബായിയാണ്. 1926 പത്രമാധ്യമങ്ങളെ സെൻസർ ചെയ്യാൻ ന്യൂസ് പേപ്പേഴ്സ് റെഗുലേഷൻ ആക്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട അടിമത സമ്പ്രദായത്തെക്കുറിച്ച് നോക്കാം. 1812 ഇവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ദിവാനായിരുന്ന കേണൽ മൺട്രോയും അതുകൂടാതെയുള്ള ഇംഗ്ലീഷ് മിഷണറിമാരും ഈ അടിമത സമ്പ്രദായം നിരോധിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1812 റാണി ലക്ഷ്മിബായി അടിമത്തം നിരോധിക്കാൻ വേണ്ടി ഒരു വിളംബരം പുറപ്പെടുവിച്ചെങ്കിലും അത് വ്യക്തമായിട്ട് നടപ്പിലായില്ല. പിന്നീടും അതിങ്ങനെ തുറന്നുകൊണ്ടിരുന്നു. 1847 ഇംഗ്ലീഷ് മിഷണറിമാർ ഈ രാജാവിനൊരു മെമ്മറാണ്ടം സമർപ്പിക്കുകയും അടിമത്തം നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ 1,65,000 അടിമകൾ തിരുവിതാംകൂറിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് 1855 ജൂൺ 24 ഉത്രം തിരുനാൾ മഹാരാജാവ് ഔദ്യോഗിക വിളംബരത്തിലൂടെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ അടിമത്തം പരിപൂർണമായി നിരോധിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? KP വള്ളോൺ പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പടിപ്പ്, CP അച്യുതമേനോൻ വിദ്യാവിനോദിനി, TK മാധവൻ ധന്വന്തരി. ഇതിൻ്റെ റൈറ്റ് ആൻസർ ബി ആണ്. നമുക്ക് ആദ്യത്തെ 3 പേഴ്സാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത്. കോളോട്ട് ബി വള്ളോൻ എന്ന് പറയുന്ന സോഷ്യൽ റിഫോമർ പുലയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രവർത്തിച്ച കൊച്ചി നാട്ടുരാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട റിഫോമറായിരുന്നു. ഇദ്ദേഹം പുലയ കമ്മ്യൂണിറ്റിയെ കൊച്ചിയിൽ സംഘടിപ്പിക്കുകയും പണ്ഡിറ്റ് കറുപ്പൻ, ചഞ്ചൻ തുടങ്ങുന്ന നേതാക്കളുമായിട്ട് ചേർന്ന് വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. 1913 പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നത്. KP വള്ളോനെ ഇതിൻ്റെ നേതാവായിട്ട് 1925 മഹാരാജാസ് കോളേജിൽ നടന്ന വലിയൊരു സമ്മേളനത്തിൽ വെച്ച് നിശ്ചയിക്കുകയുണ്ടായി. അങ്ങനെയാണ് KP വള്ളോൻ നേതൃനിരയിലേക്ക് വരുന്നത്. ഇനി ദളിത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സോഷ്യൽ റിഫോമേഴ്സിനെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നോക്കാം. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. പൊയ്കയിൽ അപ്പച്ചൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. പാമ്പാടി ജോൺ ജോസഫ് അഖില തിരുവിതാംകൂർ ചേരമർ സംഘം സ്ഥാപിച്ചു. KP വള്ളോൻ കൊച്ചി പുലയ മഹാസഭയുടെ നേതാവായിരുന്നു. അതുപോലെ തന്നെ CDN എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. സോഷ്യലി, ഇക്കോണമിക്കലി, എഡ്യൂക്കേഷണലി ഡിപ്രസ്ഡ് ഇന്ത്യൻ ഏൻഷ്യൻ നേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നത്. PK ചാത്തൻ മാസ്റ്റർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1970 കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉണ്ടായിരുന്ന പുലയ മഹാസഭകളെ ചേർത്തിട്ട് കേരള പുലയർ മഹാസഭ എന്ന് പറയുന്ന ഒറ്റ ഓർഗനൈസേഷനാക്കി സ്ഥാപിച്ചു. ഇനി വൈകുണ്ഠസ്വാമിയുടെ ഒരു രചനയാണ് ഉച്ചിപ്പിടിപ്പെന്ന് പറയുന്നത്. 1830 സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ട് അയ്യ വൈകുണ്ഠസ്വാമി വലിയ രീതിയിൽ സോഷ്യൽ റിഫോർമേഷൻ ആരംഭിച്ചു. തമിഴ് സിദ്ധ പാരമ്പര്യത്തിൽ ഒരു വൈഷ്ണവ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ അഖിലത്തിരിട്ട്, ഉച്ചിപ്പടിപ്പ്, അരുൾനൂൽ തുടങ്ങുന്ന രചനകളിലൂടെ തൻ്റെ ആ ഒരു സോഷ്യൽ റിഫോം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. CP അച്യുതമേനോൻ പത്രാധിപരും അതുപോലെ തന്നെ വിശ്വനാഥ് അയ്യർ മാനേജരുമായി പ്രവർത്തനം ആരംഭിച്ച മാസികയായിരുന്നു വിദ്യാവിനോദിനി. 1898
അദ്ദേഹം സി പി അച്യുതമേനോൻ പത്രാധിപത്യം ഒഴിഞ്ഞു. അതിനുശേഷം അപ്പു നെടുങ്ങാടി, അതിനുശേഷം ടി കെ കൃഷ്ണമേനോൻ, പള്ളിയിൽ ഗോപാലമേനോൻ തുടങ്ങുന്നവർ വിദ്യാവിനോദിയുടെ പത്രാധിപരായിട്ട് മാറി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ കേരള ഈസ് ആർ ട്രൂ? Pattam A. Tanupilla was the first president of Travancore State Congress. Dharmarajam is a book related to the struggle of responsible government in Kerala. The name of Akkamachurian was associated with the responsible government in Kerala. The Travancore State Congress song was composed by R. Sugathan. റൈറ്റ് ആൻസർ എ ആണ്. നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കി മൂന്നും ശരിയാണ്. ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ മാതൃകയിലാണ് ഇത് സംവിധാനം ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് 1938 നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഹരിപുര കോൺഫറൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഓരോ നാട്ടുരാജ്യങ്ങളിലും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാഷണൽ മൂവ്മെൻറ്റ്സ് നടപ്പിലാക്കണമെന്ന് പറയുന്ന ഒരു ആശയം അവിടെ ഉരുത്തിരിഞ്ഞു. കാരണം ഈ ഫ്രീഡം സ്ട്രഗിൾസും നാഷണൽ മൂവ്മെൻറ്റ്സും പ്രധാനമായിട്ട് നടന്നിരുന്നത് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾ രാജാവിൻ്റെ കീഴിലായതുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല. 1938 ഈ പറയുന്ന AICCയുടെ ഈ ഒരു തീരുമാനപ്രകാരം ഇൻ്റർനാഷണൽ കോൺഗ്രസ് കമ്മിറ്റീസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആയിട്ട് ഓരോ നാട്ടുരാജ്യത്തിലും പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകൃതമാകുന്നത്. ബാലരാമപുരം ജി രാമൻ പിള്ള, അതുപോലെ തന്നെ CV കുഞ്ഞിരാമനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. പട്ടം എ താണുപിള്ളയാണ് പ്രസിഡൻ്റായിട്ട് നിശ്ചയിച്ചത്. അതുപോലെ തന്നെ രാമൻ പിള്ള ട്രഷററും കുഞ്ഞിരാമൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ഇനി നമുക്ക് ധർമ്മരാജു എന്ന് പറയുന്ന ബുക്കിലേക്ക് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കായിരുന്നു. അദ്ദേഹം തന്നെ എഴുതി പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. ഇത് തിരുവിതാംകൂറിൽ കുറേയേറെ കാലം നിരോധിക്കപ്പെട്ട ഒരു ബുക്കും കൂടിയായിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള പോളിസികളെ വിമർശിച്ചുകൊണ്ടാണ് ഈ റെസ്പോൺസിബിൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഉത്തരവാദിത്ത ഭരണം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടിയിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഇത് എഴുതുന്നത്. ഇനി നമ്മൾ അക്കമ്മ ചെറിയാനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് ആയിരുന്നു ഈ അക്കമ്മ ചെറിയാൻ. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കമ്മ ചെറിയാൻ ഒരു ടീച്ചറായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ വലിയ നേതാവായിട്ട് ഈ തൻ്റെ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയം ഫ്രീഡം ഫൈറ്ററായിട്ട് മാറുകയാണ്. ഇവിടെ ഈ അക്കമ്മ ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉത്തരവാദിത്ത ഭരണം അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ചരിത്രമാണ് തിരുവിതാംകൂറിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. കവടിയാർ പാലസിലേക്ക് നടത്തിയ ഒരു വലിയ റാലിയാണ് അക്കമ്മ ചെറിയാൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. ഇനി നമുക്ക് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പാർട്ടിനെക്കുറിച്ച് ആർ സുഗതനാണെന്ന് ആണ് അതിനകത്ത് കിടക്കുന്നത്. അത് തെറ്റാണ്. ആർ സുഗതൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അതുകൂടാതെ SNDPയുടെ വലിയൊരു നേതാവും കൂടിയായിരുന്നു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ഇൻ കേരള? ഇറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ആൻഡ് ലെഡ് ബൈ മിഡിൽ ക്ലാസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ ഐഡിയാസ്. They had a critical attitude towards traditional institutes, beliefs and social relations. They seldom criticized the caste hierarchy. നമുക്ക് ഈ ഒരു ചോദ്യം സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു കോൺസെപ്റ്റുകളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കിയാലേ ഇതിൻ്റെ ഒരു ഉത്തരം നമുക്ക് കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂറോപ്യന്മാരുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മിഡിൽ ക്ലാസ്സസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. മിഡിൽ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് കച്ചവടക്കാർ, വക്കീലന്മാർ, മറ്റു ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗമാണ്. മധ്യവർഗം എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഇവരുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഐഡിയ ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മുന്നോട്ട് വരുന്നതും യൂറോപ്പിലെ പോലെ ഒരു വലിയ മാറ്റം ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാവണമെന്ന് അവർ ചിന്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമതായിട്ട് ഇവർ പൊതുവെ കാലഹരണപ്പെട്ട ഇന്ത്യയിലെ ട്രഡീഷണൽ വ്യവസ്ഥിതിയും അവരുടെ സോഷ്യൽ റിലേഷൻസിനെയൊക്കെ കാര്യമായിട്ട് വിമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ റിഫോം എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നത്. മൂന്നാമത്തത് കാസ്റ്റ് ഹയറാർക്കി ഇവർ ക്രിട്ടിസൈസ് ചെയ്തില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ക്രിട്ടിസൈസ് ചെയ്തു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവരെല്ലാവരും തന്നെ ശക്തമായിട്ട് ജാതി വർണ്ണ വ്യവസ്ഥയെ എതിർത്തിരുന്നവരാണ്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹു എസ്റ്റാബ്ലിഷ്ഡ് അഭിനവ ഭാരത യുവക് സംഘം? A. EMS നമ്പൂതിരിപ്പാട്, B.
പി കൃഷ്ണൻപിള്ളை, സി കെ ദാമോദരൻ, ഡി എ വി കുഞ്ഞമ്പു. റൈറ്റ് ആൻസർ എ വി കുഞ്ഞമ്പു എന്നാണ്. ഈ എ വി കുഞ്ഞമ്പു ഒരു ഒരു റവല്യൂഷണറി ആക്ടിവിസ്റ്റും ഒരു പൊളിറ്റീഷ്യനും ഒക്കെ ആയിരുന്നു. കരിവെള്ളൂർ അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രധാനമായിട്ട് ഈ കുഞ്ഞമ്പുവിനെ നമ്മൾ കാണുന്നത്. തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചത് ഈ എ വി കുഞ്ഞമ്പു ആയിരുന്നു. പലതവണ ജയിലിൽ കിടന്നു. ഈ ജയിലിൽ കിടന്ന സമയത്താണ് റവല്യൂഷണറി ആക്ടിവിസത്തിലേക്ക് പുള്ളിക്കാരൻ കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആകുന്നത്. ഇവിടെ 1934 അഭിനവ ഭാരത് യുവക് സംഘ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം സ്ഥാപിച്ചു. അവിടെ കരിവെല്ലൂറാണ് സ്ഥാപിക്കുന്നത്. ഭഗത് സിംഗിൻ്റെ നവജവാൻ പാർട്ടി എന്ന് പറയുന്ന റവല്യൂഷണറി പാർട്ടിയുടെ മോഡലിലാണ് ഇത് സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലിസ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഒക്കേർഡ് ഇൻ 1930s ഇൻ കേരള വെർ ഇൻ വുമൺ ലാർജർലി പാർട്ടിസിപ്പേറ്റഡ്. ചൂസ് ദ കറക്റ്റ് മാച്ച്. 1930കളിലാണ് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ മേഖലയിൽ വനിതാ നേതാക്കന്മാർ ഒരുപാട് കടന്നു വരുന്നത്. ഇതിൽ ഗാന്ധിജീസ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, TC കൊച്ചുകുട്ടിയമ്മ, ഗേൾ സ്റ്റുഡൻറ് സ്ട്രൈക്ക് അറ്റ് ചെല്ലാപുരം ഗവൺമെൻറ് സ്കൂൾ, ജയലക്ഷ്മി, ടെമ്പിൾ എൻട്രി പ്രോഗ്രാം, PM കമലാപതി. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓൾ ദ എബോ ആണ്. എല്ലാ ഭാഗങ്ങളും കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ഗാന്ധിജിയുടെ സോഷ്യോ ഇക്കോണമിക് പ്രോഗ്രാം ഗ്രാമങ്ങളുടെ തലത്തിൽ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു അപ്ലിമെൻ്റ്, അതായത് ഗ്രാമ സ്വരാജ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ സർവോദയ എന്ന് പറയുന്ന ആശയമാണെങ്കിലും അത് നടപ്പിലാക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ വലിയൊരു പ്രചാരകയായിരുന്നു TC കൊച്ചുകുട്ടിയമ്മ. അതുപോലെ തന്നെ ചെല്ലാപുരം ഗവൺമെൻറ് കോളേജിലെ ഗേൾ സ്റ്റുഡൻറ് സ്ട്രൈക്കിന് നേതൃത്വം കൊടുത്തത് ജയലക്ഷ്മിയായിരുന്നു. അതുപോലെ തന്നെ ടെമ്പിൾ എൻട്രി പ്രോഗ്രാമുമായിട്ട് 1930കളിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുന്ന വനിതാ നേതാവാണ് PM കമലാപതി. ഈ ടെമ്പിൾ എൻട്രി പ്രോഗ്രാം 1920കളിലും 30കളിലും വലിയ രീതിയിൽ കേരളത്തെ പിടിച്ചുലച്ച സമരങ്ങളാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ 1931-32 കാലഘട്ടത്തിലൊക്കെയാണ് നടന്നത്. കേരളം മഹിളാ ദേശ സേവിക സംഘ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ട് സ്ഥാപിച്ചത് PM കമലാപതിയായിരുന്നു. 1931 ജൂൺ 13 കേരള മഹിളാ ദേശ സേവിക സംഘ് സ്ഥാപിക്കപ്പെടുന്നത്. മാർഗരറ്റ് പാവമണി പ്രസിഡന്റും കുഞ്ഞിക്കാവ് അമ്മ വൈസ് പ്രസിഡന്റും AV കുട്ടിമാളു അമ്മ ട്രഷററും PM കമലാപതിയും കുഞ്ഞുലക്ഷ്മിയും സെക്രട്ടറീസുമായിരുന്നു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് നോക്കാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക.